താമരശ്ശേരിയിലെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിന് നേരെയുണ്ടായ സംഘർഷത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. അക്രമത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് 75 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതിന് പിന്നിലുള്ളവരെ കൂടി പ്രതി ചേർക്കുമെന്നുമാണ് പോലീസ് പറയുന്നത്. സംഘർഷത്തിന്റെ പേരിൽ രാഷ്ട്രീയ പോരും ശക്തമാണ്. താമരശ്ശേരിയിലെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ടിലുണ്ടായ സംഘർഷം. ആ സംഘർഷത്തിൽ പ്രതി ചേർത്തവരെ തിരയുകയാണ് പോലീസ്. ഒടുവിൽ ഇന്ന് 2 പേരെ താമരശ്ശേരിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒന്ന് കൂടത്തായി ആലപ്പോയി സ്വദേശിയായിട്ടുള്ള റഷീദും മറ്റൊന്ന് ആം ആദ്മി പ്രവർത്തകനും സമരസമിതി അംഗവുമായിട്ടുള്ള ഭാവനനുമാണ്. 2 അറസ്റ്റേ നടന്നിട്ടുള്ളൂവെങ്കിലും 8 കേസുകളിലായി 500ഓളം പ്രതികളുണ്ട്. വീഡിയോ എവിഡൻസ് വെച്ചിട്ട് ഒരു 74 പ്രതികളെ ഞങ്ങൾ മാർക്കായിട്ടുണ്ട്. 1-ാം പ്രതിയും ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവുമായ ബഹറൂഫ് അടക്കം പ്രധാന പ്രതികളെല്ലാം ഇപ്പോഴും കാണാമറയത്താണ്. ഏതായാലും സംഘർഷത്തിൽ പരിക്കേറ്റ ഫ്രഷ് കട്ട് ജീവനക്കാരന്റെ പരാതിയിൽ ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് കാടടച്ച പരിശോധനയും നടത്തുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് പോയേ പറ്റൂ, വീട്ടിൽ സെർച്ച് ചെയ്തേ പറ്റൂ. ഈ ഒരു വിഷയങ്ങളിൽ ഇല്ലാത്ത ആളുകളെ ഒരിക്കലൊക്കെ ഞങ്ങൾ ഏത് ആംഗിളിലും ഉപദ്രവിക്കും. സംഘർഷത്തിൽ CPM-ഉം ലീഗും തമ്മിൽ രാഷ്ട്രീയ പോരും കൊഴുക്കുന്നുണ്ട്. SDPI-യും ആ പ്രദേശത്തുള്ള ഒരു 3-4 ലീഗ് പ്രാദേശിക നേതാക്കന്മാരുമാണ് ഈ സമരത്തെ നയിച്ചത്. ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഫ്രഷ് കട്ട് അടച്ചുപൂട്ടുക എന്നുള്ളത് ആദ്യം ഗവൺമെന്റ് ചെയ്യട്ടെ. ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നാണ് സമരസമിതിയുടെ നിലപാട്. ഒരുപാട് CCTV അവിടെ ഉണ്ട്. ആ CCTV ഒക്കെ നോക്കി ആരോ ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെ അത് പോലീസ് പിടിക്കുകയും അതിന് നടപടിയെടുക്കുകയും ചെയ്യുന്നതിന് സമരസമിതിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ ഫ്രഷ് കട്ട് സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കണമെന്ന നിലപാടിലാണ് ഫ്രഷ് കട്ടിന്റെ ഉടമകളുള്ളത്. അങ്ങനെ വീണ്ടും തുറന്നു പ്രവർത്തിച്ചാൽ ദുർഗന്ധം കൊണ്ട് ബുദ്ധിമുട്ടിയ ജനങ്ങൾ അതേപടി തന്നെ ഇനിയും അവിടെ തുടരേണ്ടി വരും. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.